ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അഗ്ലോണിമ പ്ലാന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം അധികം ആൾക്കാർ എന്നെ കോൾ ചെയ്തിട്ടും അതുപോലെ തന്നെ കമൻറ്റിലൂടെയൊക്കെ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കെയറിംഗ് ആണ് ചോദിക്കുന്നത് വീണ്ടും. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാൻ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മൾ നല്ല രീതിയിൽ വളർത്തിയാലും ചില സന്ദർഭങ്ങളിൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് കാരണം, അതുപോലെ തന്നെ നമ്മൾ ഈ ചെടിയിൽ ചെയ്തു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ലൈറ്റിങ്ങിനെ പറ്റിയിട്ട് ആദ്യം പറയാം. എത്രയോ വീഡിയോ ഞാൻ ചെയ്തതാണ്, വീണ്ടും ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റുള്ള സ്ഥലത്ത് നമ്മുടെ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലകളൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് സൺലൈറ്റുള്ള സ്ഥലത്ത് നമ്മൾ ഈ ചെടികൾ വെക്കാതിരിക്കുക. അപ്പോൾ പാർഷ്യൽ സൺലൈറ്റാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിന് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ഗ്രീൻ ലെഗസി പ്ലാന്റാണ്. അഗ്ലോണിമ ഗ്രീൻ ലെഗസിയാണ്. അപ്പോൾ ഇതിൽ 3 ഷൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു തൈ നട്ട് കൊടുത്തതായിരുന്നു. അപ്പോൾ തൈയാണ് കേട്ടോ നട്ടത്, വേരോടൊക്കെ തൈ നട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ 3 ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ വെളിച്ചം, അതായത് കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിൽ നമ്മൾ വെക്കുക. പക്ഷേ ഫുൾ സൺലൈറ്റുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾ കരിഞ്ഞു പോട്ടെ. അപ്പോൾ ഒരിക്കലും നമ്മൾ സൺലൈറ്റുള്ള സ്ഥലത്ത് വെക്കാൻ പാടില്ല. രണ്ടാമത്തത് ഓവർ വാട്ടറിങ് പാടില്ല കേട്ടോ. ഓവർ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി നന്നായിട്ട് ഇലകൾ മഞ്ഞളിപ്പ് വന്നിട്ട് വേരൊക്കെ വേര് ചീയുമ്പോഴാണ് നമ്മുടെ ഇലകൾക്ക് മഞ്ഞളിപ്പ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓവർ വാട്ടറിങ് ഈ ഒരു ചെടിക്ക് നമ്മൾ ചെയ്ത് കൂടാൻ പാടില്ലാത്തതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ പ്ലാന്റ്സ് അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് വേറെ ഏതെങ്കിലും ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ ഈ ചെടിയിൽ ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ തണ്ടും വേരൊക്കെ ചീഞ്ഞ് പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിനാവശ്യമുള്ള പോട്ടി മിക്സ് തൊട്ട് നോക്കിയിട്ട് ആ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയിട്ട്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ നമ്മുടെ ഇതിൻ്റെ പോട്ടി മിക്സ് തയ്യാറാക്കട്ടെ. അപ്പോൾ ഈ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കറക്റ്റ് പോട്ടി മിക്സ് തയ്യാറാക്കിയ ഒരു വീഡിയോ ഞാൻ അടുത്ത് ചെയ്തിരുന്നു. അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയട്ടെ. പോട്ടി മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ പോട്ടി മിക്സ് വെള്ളം വാർന്നു പോകുന്ന നല്ലൊരു പോട്ട് എടുക്കുക. രണ്ടാമത്തത് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നല്ല വായു സഞ്ചാരമുള്ള പോട്ടി മിക്സാണ് തയ്യാറാക്കേണ്ടത്. അതായത് നമ്മൾ മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇത് 3, അതിൻ്റെ കൂടെ കുറച്ച് കൊക്കോപ്പിറ്റ, നാലാമത്തെ കുറച്ച് കൊക്കോപ്പിറ്റ, അഞ്ചാമത്തെ കുറച്ച് പെർലേറ്റ്, ആറാമത്തെ കുറച്ച് ഉമ്മി, പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ലൂസായിട്ടുള്ള പോട്ടി മിക്സ് നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിങ്ങനെ പോട്ടി മിക്സിനെ നിലത്തേക്ക് ഇങ്ങനെ വീഴുന്ന സൈസിലുള്ള പോട്ടി മിക്സ് എടുക്കേണ്ടി കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ചെടി പിങ്ക് ലെഗസി പ്ലാന്റ് ആണ് കേട്ടോ. ഗ്രീൻ ലെഗസിൻ്റെ വേറൊന്നാണ്. ഇതിലും നല്ല ഷൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പോട്ടി മിക്സ് കറക്റ്റ് ആയാലാണ് നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാം. അപ്പോൾ പോട്ടി മിക്സ് എപ്പോഴും ലൂസായിട്ടുള്ള പോട്ടി മിക്സ്, അതിൽ പെർലൈറ്റ് നിർബന്ധമായിട്ട് നമ്മൾ ആഡ് ചെയ്യണം. പെർലൈറ്റ് ഇല്ലെങ്കിൽ ബെർമിക്കുലേറ്റ് ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ എന്തായാലും ആഡ് ചെയ്യാം, ഉമി ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാകും. കാരണം നന്നായിട്ട് വായുസഞ്ചാരം ഉണ്ടെങ്കിൽ മാത്രമേ റൂട്ടൊക്കെ നല്ല ഡെവലപ്പായിട്ട് നല്ല രീതിയിൽ റൂട്ട് ഉണ്ടാകുള്ളൂ കേട്ടോ. ഇത് പിന്നെ നമ്മുടെ എന്താ പറയുക, പിങ്ക് എന്തേലും പേര് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ഇത് എമറാൾഡിൻ്റെ ചെടിയാണ്. പിന്നെ റെഡ് എമറാൾഡാണിത്. അപ്പോൾ നമുക്ക് പേരൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, പേര് പറയുമ്പോൾ പെട്ടെന്ന് കിട്ടൂല. അതുകൊണ്ട് തന്നെ ചിലതൊക്കെ പറയാം. അപ്പം പോട്ടി മിക്സ് നമ്മളെ വെള്ളം വാർന്ന് പോകുന്ന നല്ല ലൂസായുള്ള പോട്ടി മിക്സ് തന്നെ നമ്മൾ യൂസ് ചെയ്യണം കേട്ടോ. അല്ലാതെ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കില്ല. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ സൺലൈറ്റ്, രണ്ടാമത്തെ വാട്ടറിങ്, മൂന്നാമത്തെ നമ്മൾ പോട്ടി മിക്സ് ഇട്ടോ. നാലാമത്തെ ഫെർട്ടിലൈസറാണ്. ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഒന്ന് വളം കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഇത് ഓൾറെഡി നമ്മുടെ ഇതിൽ പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ആഴ്ച കൂടുമ്പം NPK അല്ലെങ്കിൽ ബാസാക്കോട്ട ഫെർട്ടിലൈസർ നമ്മൾ സൈഡിൽ ഒത്തിരി മണ്ണ് നീക്കിയിട്ട് നമ്മൾ സൈഡിലൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവും കേട്ടോ. ഇത് റെഡ് ലിപ്സ്റ്റിക്കാണ്, നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു ചെടിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫെർട്ടിലൈസർ എന്തായാലും നിർബന്ധമായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ കൊടുക്കണം, കൂടിപ്പോകരുത്. ഇന്നൊരു കമൻറ്റ് എനിക്ക് വന്നു. അപ്പോൾ അതിൽ പറയുന്നത് പുതുതായിട്ട് ചെടി നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് നമ്മൾ NPK കൊടുക്കണം എന്നുള്ള ചോദ്യം വന്നു. അപ്പോൾ നമ്മൾ പുതിയ ചെടി നട്ട് കൊടുക്കുമ്പോൾ ഞാൻ നട്ട് കൊടുക്കുന്ന ഏത് ചെടിയായാലും നമ്മൾ വളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വേര് പിടിപ്പിക്കാനാണെങ്കിൽ വളം കൊടുക്കേണ്ട ആവശ്യമില്ല. പൂയി മണ്ണിൽ നമ്മൾ കുറച്ച് ചകിരിച്ചുകൊണ്ടും കൂടി ആഡ് ചെയ്തിട്ട് സ്നോ വൈറ്റ് ഇട്ടോ കാണിക്കുന്നത്, ആഡ് ചെയ്തിട്ട് നമുക്ക് കൊടുത്താൽ മതി. പിന്നെ അല്ലാതെ നമ്മൾ NPK ഒക്കെ കൊടുക്കണമെങ്കിൽ പുതിയ ചെടി നട്ടിട്ട് നല്ല രീതിയിൽ ചെടി നന്നായിട്ട് പിടിച്ചെന്ന് നമുക്ക് മനസ്സിലാക്കി അതിന് ശേഷം നന്നായിട്ട് വേരൊക്കെ വന്ന്
ചെടിയൊന്ന് ഹെൽത്തി ആയിട്ട് നമുക്ക് NPK DAP പോലത്തെ അല്ലെങ്കിൽ നമുക്ക് മാസാക്കോട്ട ഫെർട്ടിലൈസറൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചാണകപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ നട്ട് കൊടുക്കുന്നതെങ്കിൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ചെടി നട്ട് കൊടുത്തിട്ട് ചെടി വേരൊന്നും പിടിക്കാതെ തന്നെ ഒരുപാട് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി വേര് വെള്ളവും കൂടി വരുമ്പോൾ ചെടി ചീഞ്ഞ് പോകും. കാരണം അത് വേരില്ലല്ലോ, ഇത് വലിച്ചെടുക്കാനുള്ള വേര് ചെടി ഹെൽത്തി ആയിട്ടില്ലല്ലോ. ഹെൽത്തി ആയാൽ മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊക്കെ അത് ആഗിരണം ചെയ്തിട്ട് ചെയ്യാം, അല്ലെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വളം കൊടുക്കുന്നത് നന്നായിട്ട് ചെടി നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ വളം കൊടുത്താൽ മതി കേട്ടോ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊരു അടിപൊളി അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വളം കൊടുക്കേണ്ടത്. അപ്പോൾ വളം കൊടുക്കുന്ന രീതി പറഞ്ഞു. പിന്നെ നമ്മൾ ചെടികൾ മാറ്റി നടുന്നത്, ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് ചിലർക്കൊന്നും ഇപ്പോഴും ഐഡിയ ഇല്ലാത്തതാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ തൈകൾ മാത്രം അടുത്തി മാറ്റിയിട്ടാണ് ചിലവരൊക്കെ നമ്മൾ ഈ ചെടി തൈകൾ മാത്രം അടുത്തി മാറ്റിയിട്ടല്ല നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ നടത്തുക. കാരണം ചെടികൾ നമുക്ക് കട്ട് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ ഒരുപാട് ചെടി ഇപ്പോൾ ഇതിൽ കാണുന്നില്ല, ഈ ഒരു റെഡ് ലിപ്സ്റ്റിക്കിൽ. അപ്പം നമുക്ക് ചെടി അതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് തൈകൾ അടർത്തി മാറ്റിയിട്ട് നട്ട് കൊടുക്കാൻ പറ്റും. കുറച്ചൊക്കെ ഒരു തണ്ട് നീണ്ട് വന്നിട്ടാണ് ചെടി ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റെമ്മ് നമുക്ക് നോഡ് പ്രൊപ്പഗേഷൻ ചെയ്യട്ടോ. സ്റ്റെമ്മ് നമുക്ക് ചെറിയ ചെറിയ ഓരോ നോഡ് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് മണ്ണിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് കൊടുത്താൽ കുറച്ച് തണലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച ആകുമ്പോഴേക്ക് അതിൽ നിന്ന് തൈകൾ വരും. അപ്പോൾ 3 രീതിയിൽ നമുക്ക് അഗ്ലോണിമ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റും. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞതാണ്, വീണ്ടും ഓരോരുത്തർ ചോദിക്കുന്നത് കൊണ്ടാട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യും. നിങ്ങൾ എനിക്ക് എന്താണ് അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ വീഡിയോ തന്നെ ചെയ്യുന്നത്? അപ്പോൾ ഓരോരുത്തർ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ ആദ്യം ഇടുന്ന വീഡിയോ അവർ കാണുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഒക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോഡ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഈ റെഡ് അഗ്ലോണിമ മദർ പ്ലാന്റ് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തതാണ്. എന്നിട്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒരു മദർ പ്ലാന്റ് ഒരു ചെറിയ കട്ടിങ്സ് ഞാൻ നട്ട് കൊടുക്കുന്ന ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു, അത് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് അഗ്ലോണിമ പ്ലാന്റ്സിനെ പരിപാലിക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റുള്ള സ്ഥലത്ത് വെക്കരുതും, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുതും, ചെടി വളരുന്നതിന് മുന്നേ ഒരുപാട് വളം ഇട്ട് കൊടുക്കരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. എല്ലാ ചെടികളും നനയ്ക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കി നിൽക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയേ ചെയ്യരുത് കേട്ടോ. ഇവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം കൊടുത്താൽ മതി. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടി എന്തായാലും ചീഞ്ഞ് പോയി. നമ്മൾ മദർ പ്ലാന്റ് കട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് അപ്ലൈ ചെയ്യണോ, ഒന്നെങ്കിൽ സാഫ് അപ്ലൈ ചെയ്യുക. ഞാൻ സാഫാണ് അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗത്ത്, അത് മദർ പ്ലാന്റിൻ്റെ ഒരു കട്ടിങ്സ് ഉണ്ടല്ലേ, അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മദർ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സിൻ്റെ ആ ഒരു അറ്റത്ത് നമ്മൾ സാഫ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ചീഞ്ഞ് പോകാതെ നമുക്ക് പിടിച്ചു കിട്ടും. ഈ രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റും.